കോട്ടയം ജില്ലയിലെ 101 നമ്പർ മണ്ഡലമായ പൂഞ്ഞാർ രാഷ്ട്രീയമായ കീഴ്വഴക്കങ്ങൾക്ക് എളുപ്പത്തിൽ വഴങ്ങാത്ത മണ്ഡലം. രാഷ്ട്രീയമായ മെരുക്കലുകളെ പ്രതിരോധിക്കുന്ന ഈ മണ്ഡലം പലപ്പോഴും അപ്രതീക്ഷിതമായ വിധികളും കടുത്ത പോരാട്ടങ്ങളും സമ്മാനിച്ചിട്ടുണ്ട്. സമീപകാലത്ത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് പൂഞ്ഞാർ സാക്ഷ്യം വഹിച്ചത്. PC ജോർജ് എന്ന രാഷ്ട്രീയ നേതാവിനെ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെ കാലം പൂഞ്ഞാറിലെ രാഷ്ട്രീയം കറങ്ങിയത്. 1996 മുതൽ തുടർച്ചയായ 25 വർഷമാണ് PC ജോർജ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. ഇടതുമുന്നണിക്കൊപ്പവും വലതുമുന്നണിക്കൊപ്പവും മാറി മാറി നിന്നാണ് അദ്ദേഹം പൂഞ്ഞാറിനെ പ്രതിനിധീകരിച്ചത്. 2001-ലും 2006-ലും LDF-നൊപ്പവും 2011-ൽ KM മാണിയോടൊപ്പവും ചേർന്ന് UDF സ്ഥാനാർത്ഥിയായും വിജയിച്ചു. 2016-ൽ ഒറ്റയ്ക്ക് മത്സരിച്ച PC റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. പക്ഷേ പൂഞ്ഞാർ രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന അധ്യായം അവസാനിച്ച വർഷമായിരുന്നു 2021. 25 വർഷക്കാലത്തെ PC ജോർജിന്റെ ആധിപത്യം അവസാനിപ്പിച്ചത് ഇടതുമുന്നണിയാണ്. കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥിയായി LDF മുന്നണിയിൽ മത്സരിച്ച സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ് PC ജോർജിനെ പരാജയപ്പെടുത്തിയത്. 14,500 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അന്ന് നേടിയത്. PCക്ക് ലഭിച്ചത് 40,000 വോട്ടുകൾ മാത്രമാണ്. പ്രകോപനപരമായ പ്രസംഗങ്ങളും വിവാദ പ്രസ്താവനകളും പൂഞ്ഞാറിലെ വോട്ടർമാരെ ഇരുത്തി ചിന്തിപ്പിച്ചു. വികസന രാഷ്ട്രീയത്തെക്കാൾ വർഗീയ ധ്രുവീകരണത്തിന് PC ജോർജ് മുൻഗണന നൽകുന്നു എന്ന ധാരണ ജനങ്ങൾക്കിടയിൽ അതിവേഗം പടർന്നു. ഇത് PCയുടെ രാഷ്ട്രീയ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണമായി. ഇത്തവണ പൂഞ്ഞാർ ശക്തമായ ത്രികോണ പോരിനാകും സാക്ഷ്യം വഹിക്കുക. LDF-നു വേണ്ടി സിറ്റിംഗ് MLA ആയ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ തന്നെയാണ് പൂഞ്ഞാറിൽ പോരിനിറങ്ങുന്നത്. UDF-നു വേണ്ടി സെബാസ്റ്റ്യൻ MJയും കളത്തിലിറങ്ങിയിട്ടുണ്ട്. പൂഞ്ഞാർ തിരിച്ചുപിടിക്കാൻ NDA സ്ഥാനാർത്ഥിയായി PC ജോർജും ഇറങ്ങിയതോടെ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ നോക്കുകയാണ് പൂഞ്ഞാറിലേക്ക്. NDAയിൽ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും BDJS-നായിരുന്നു സീറ്റ്. 2016-ൽ BDJS-ലെ MR ഉല്ലാസും 2021-ൽ MP സെന്നുമാണ് മത്സരിച്ചത്. MR ഉല്ലാസ് 19,966 വോട്ട് പിടിച്ചപ്പോൾ MP സെന്നിന് 2,965 വോട്ട് മാത്രമാണ് ലഭിച്ചത്. PC ജോർജ് BJPയിൽ ചേർന്നതോടെ BJPക്ക് മണ്ഡലത്തിൽ വലിയ ശക്തിയാകാൻ സാധിക്കുമെന്നാണ് NDA വിലയിരുത്തുന്നത്. പാരമ്പര്യമായി വ്യക്തി കേന്ദ്രീകൃത രാഷ്ട്രീയമാണ് പൂഞ്ഞാറിലെ വോട്ടർമാർ പുലർത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ വികസനത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമാണ് അവർ മുൻഗണന നൽകുന്നത്. റബ്ബർ വിലയുടെ സ്ഥിരതയ്ക്കായി നടത്തുന്ന ഇടപെടലുകളും പ്രതിസന്ധി ഘട്ടങ്ങളിലെ സാന്നിധ്യവുമാണ് പൂഞ്ഞാറിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ മാനദണ്ഡം. പൂഞ്ഞാറിലെ വോട്ടർമാർക്ക് തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ട്. ഗർവിനെ അവർ പുറന്തള്ളുകയും സേവനത്തെ അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു. ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയവും പൂഞ്ഞാറിൽ നിലനിൽക്കുകയില്ല. നിലവിലെ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെ പരാജയപ്പെടുത്തി PCക്ക് പൂഞ്ഞാറിന്റെ ആധിപത്യം തിരിച്ചു പിടിക്കാനാകുമോ എന്ന് അറിയാം ഏപ്രിൽ 9-ന് പൂഞ്ഞാറിലെ വോട്ടർമാരിലൂടെ.